ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും പറ്റരുതെന്ന് വിചാരിച്ച് ഞാനിടുന്നൊരു വീഡിയോ ആണ് കേട്ടോ അത്. ആരോടും ഒച്ചുണ്ടാക്കരുത്, മിണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും സർപ്രൈസ് ആയിട്ട് എനിക്ക് തന്നിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ. ഈ ഗിഫ്റ്റ് തന്നപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടപ്പോഴാണ് ഈ വീഡിയോ ഇടാനുള്ള സമയമായതെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഗിഫ്റ്റിൻ്റെയും ഹാമ്പേഴ്സിൻ്റെയും ഒക്കെ സ്റ്റാർട്ടപ്പിലെ ഫസ്റ്റത്തെ വാലന്റൈൻസ് ഡേക്ക് ഒരുപാട് ആളുകൾക്ക് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ എനിക്കും കിട്ടിയിട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞു സർപ്രൈസ് ഗിഫ്റ്റ്. നമ്മൾ ബർത്ത്ഡേ ആനിവേഴ്സറി ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് എന്നല്ലാതെ ഇതുപോലെ വാലന്റൈൻസ് ഡേ ഒന്നും അത്ര സെലിബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു കേട്ടോ. എല്ലാ വിഷു ഹാമ്പറും ഡെലിവറി ചെയ്തതിൻ്റെ സന്തോഷത്തിൽ ഞങ്ങൾ പോയിട്ട് ഒരു സിനിമ അങ്ങോട്ട് കാണാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ സിനിമ തിയേറ്ററിൽ കയറുന്നതിന് മുൻപ് ഞാനൊന്ന് വാഷ്റൂമിൽ പോയി. മുഖം കഴുകുന്നതിന് മുൻപ് നമ്മൾ വാച്ചൊന്ന് വാഷ്റൂമിൻ്റെ സൈഡിൽ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ തെറ്റെൻ്റെ ഭാഗത്താണ്. ഞാൻ ഒന്നും കൂടി കെയർഫുൾ ആവേണ്ടിയിരുന്നു. വെള്ളമാവരുത് എന്ന് കരുതിയിട്ടാണ് സംഭവം ഊരി വെച്ചത്. പക്ഷേ മുഖം കഴുകി ഒന്ന് തിരിഞ്ഞപ്പോഴേക്കും നമ്മുടെ കയ്യിലുള്ള സാധനം നമുക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു. എൻ്റെ കൺമുന്നിൽ വെച്ചിട്ട് തന്നെ ആൾ എടുത്തു പോയി എന്ന് വേണം പറയാൻ. ഞാൻ മുഖം കഴുകിയ സമയത്തുള്ള ആളെ എനിക്ക് ശരിക്കും അറിയായിരുന്നു. ആൾ വാഷ്റൂം വിട്ട് പുറത്ത് പോകാത്തതുകൊണ്ട് തന്നെ ആളെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഭവം മനസ്സിലായി. പക്ഷേ ആളോട് ചോദിച്ചപ്പോൾ ആൾ സംഭവം സമ്മതിച്ചു തരുന്നില്ല. എന്ത് ചെയ്യാനാ, നമുക്ക് കയറി പരിശോധിക്കാനൊന്നും പറ്റില്ലല്ലോ ഒരാളെ. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എനിക്ക് ആ വാച്ച് തിരിച്ചു കിട്ടും എന്നുള്ളതാണ്. നമ്മൾ അധ്വാനിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള മുതൽ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ അത് എടുക്കുന്ന ആളുകൾക്ക് അതൊരു ഉപകാരപ്പെടാത്തൊരു വസ്തുവായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇനി ആർക്കെങ്കിലും ഇതുപോലെ വാഷ്റൂമിൽ നിന്നോ എവിടെന്നെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള സെക്യൂരിറ്റീസിനോ ആരെങ്കിലും ഒന്ന് ജസ്റ്റ് ഏൽപ്പിച്ചാൽ അവർ അത് തിരിച്ച് അന്വേഷിച്ച് വരുന്നവർക്ക് തിരിച്ചു കൊടുത്തോളാം. നമ്മൾ അവിടെയുള്ള സെക്യൂരിറ്റികളുടെ നമ്പറും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ ആൾ അവിടെ വന്ന് തിരിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എടുത്ത ആൾ തന്നെ ആയിരിക്കുമല്ലോ നമ്മളെ സംഭവം എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഇനിയെങ്കിലും ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വഴിക്ക് ഈ വീഡിയോ ആളുടെ കണ്ണിൽ എത്തട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ചെയ്തത് കേട്ടോ. എന്താ വെച്ചാൽ എനിക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റായിരുന്നു. ഇനി എല്ലാം പറഞ്ഞപ്പോൾ നമ്മുടെ തിയേറ്റർ ഏതാണെന്ന് നമ്മൾ പറയാൻ വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മഞ്ചേരിയുള്ള ഇന്ത്യൻ മാളിലെ ലാഡർ സിനിമാസ് എന്നായിരുന്നു കേട്ടോ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സിനിമ കാണുന്നതിന് തൊട്ട് മുൻപാണ് സംഭവം മിസ്സായിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ഇതുപോലെ ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ കയ്യിൽ പെട്ടിട്ട് അറിയാതെ പെട്ടതായിരിക്കാം, ചിലപ്പോൾ ഇതുപോലെ കണ്ടിട്ടെടുത്തതായിരിക്കാം. ആരതാണെങ്കിലും തൊട്ടടുത്തുള്ള സെക്യൂരിറ്റി ഗാർഡ്സിനെയോ അല്ലെങ്കിൽ അവിടെയുള്ള ഓഫീസിലോ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കിട്ടിയവർക്ക് ഒരുപാട്, നഷ്ടപ്പെട്ടവർക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. മാക്സിമം നിങ്ങളിത് ഷെയർ ചെയ്യണം. ആർക്കെങ്കിലും ഇതുപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു മനോഭാവം കൂടി ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്.